അസ്സലാമു അലൈക്കും. ദിവ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കൊച്ചു കുട്ടികൾക്ക് വരെ പ്രിയപ്പെട്ട പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരക്കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയും കൂടിയും ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കട്ടൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു ഫോർക്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ എല്ലാം കട്ടകളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കട്ടി വേണം കേട്ടോ. ഈ ഒരു മാവിന് നല്ല ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ അവിടെ പാന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത് കേട്ടോ. നല്ല ലോ ആക്കിയിട്ട് തന്നെ വെക്കുക. കാരണം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. 1-2 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിൽ തന്നെ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കറുത്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. വൈകുന്നേര സമയത്ത് സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ വരുമ്പോൾ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എൻ്റെ മോളുടെ ഫേവറേറ്റിൽ ഒന്നാണ് കേട്ടോ ഇതിപ്പോൾ പഴം വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. പഴം വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ ഹണിയോ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.